ഹലോ, ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഉത്സവത്തോടനുബന്ധിച്ച് നമുക്ക് രാവിലെ കുലവാഴ വെട്ടലാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ വാഴ വെട്ടാൻ കടമ്പാട് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. കപ്പക്കൊലയാണ് വെട്ടാനുള്ളത്. 6 കപ്പക്കൊല വേണമായിരുന്നു, പക്ഷേ 4 ഇവിടെ നിന്ന് കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മൾ അത് പച്ചക്കൊല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ മുമ്പ് വെച്ച ഉത്സവത്തിൻ്റെ ബോർഡ് ഇവിടെയാണ്. കോലിയക്കോട്ട് ലൈറ്റ് സെറ്റിങ്ങൊക്കെ തുടങ്ങി. ഇപ്പോൾ ലൈറ്റൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അമ്പലത്തിലേക്കുള്ള വഴിയിലെ ആർച്ചൊക്കെ ലൈറ്റൊക്കെ ഇട്ടു. ഇനി നമുക്ക് അമ്പലത്തിൽ ഈ കൊണ്ടുവന്ന വാഴ കൊണ്ടിട്ടിട്ട് അടുത്ത കുറച്ച് വാഴ എടുക്കാൻ പോകണം. അത് അടുത്ത് തന്നെ ഉള്ള സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. വാഴ പിടിച്ചാ അതാണ്. അപ്പം ഞാൻ വാഴ പിടിച്ചോണ്ടിരിക്കല്ലോ. അങ്ങനെ നമ്മൾ വാഴ എടുക്കാൻ വേണ്ടി കുറച്ച് ടെമ്പിൾ റൺ കളിക്കേണ്ടി വന്നു. പോയ വഴി ചെറുതായിരുന്നു. അങ്ങനെ വാഴയിലകളും മരച്ചിലയൊക്കെ താഴ്ന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ വെട്ടാൻ വന്നത് പച്ചക്കൊലയാണ്, പാളയംകോടൻ. ഓല ഇനി അങ്ങോട്ടും ടെമ്പിൾ റൺ കളിക്കാൻ വേണ്ടി റെഡിയാണ്. ഈ പോണ വഴിക്ക് ഒരു ചില്ലയിൽ നിന്ന് നീരൊന്ന് കളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് പയ്യന് വാങ്ങി കൊടുത്തു. അവനും കടി കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അടുത്ത വാഴ എടുക്കാൻ വേണ്ടി എത്തി. വാഴ അമ്പലത്തിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ തട്ടിൻ്റെ സാധനം എടുക്കാൻ വന്നത്. വണ്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ റോട്ടിലേക്ക് ചാഞ്ഞ് കിടന്ന മാങ്ങ പറിച്ചു. അത് കൊണ്ട് നമ്മൾ കുറച്ച് വിശപ്പടക്കി. ഇവിടത്തേക്കും ഓപ്പോസിറ്റ് വെളിയിലത്തേക്കുള്ള പാഴ്സൽ കൊടുക്കാനുള്ള കൗണ്ടറിൻ്റെയും തട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുരുത്തോല കിളി കെട്ടാൻ വേണ്ടി വന്നു. പിന്നെ മേശയും കസേരയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് പേര് പോയി. അപ്പോൾ അവരത് സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പൈസ വിരിച്ചു. ബിരിയാണി വാങ്ങിച്ചു, അതെത്തി. പിന്നെ നമ്മൾ ടേബിളും നിരത്തി, അതിൻ്റെ പുറത്ത് ഇലയൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്ത് ബിരിയാണി നിരത്തി, സലാഡും അച്ചാറൊക്കെ എല്ലാ സൈഡിലും വെച്ചു. എല്ലാവരും അതിന് ചുറ്റും നിരന്നു. പിന്നെ എല്ലാവരും കൂടി ഒരു പിടി. നമ്മൾ ബിരിയാണിയും തീർത്ത് ഇലയും വൃത്തിയാക്കി ഇറങ്ങി. പിന്നെ തിന്ന ബിരിയാണിയുടെ ബലത്തിൽ സ്റ്റേജ് വൃത്തിയാക്കി. മൊത്തം വലയൊക്കെ അടിച്ച് നമ്മൾ സ്റ്റേജിൻ്റെ തറയിൽ മേറ്റൊക്കെ വിരിച്ചു. ഇനി വീട്ടിലേക്ക് പോകണം. വൈകിട്ട് വിളംബര ഘോഷയാത്രയുണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ആർച്ച് വയ്ക്കാൻ വേണ്ടി വിളിച്ചത്. പിന്നെ ആർച്ച് വയ്ക്കാൻ വേണ്ടി ആർച്ചൊക്കെ പിടിച്ചുകൊണ്ട് വെച്ച് സഹായിച്ചു. അങ്ങനെ വിളംബര ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലെത്തി, തൊഴുതു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്നു. ലൈറ്റ് ചെക്ക് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തു. വിളംബര ഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഉത്സവത്തോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. പൂജിച്ച കരുക്ക് അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് തിരുമേനി അത് കിണറ്റിലേക്ക് ഇറക്കും. വിളംബര ഘോഷയാത്ര പുറപ്പെടാതായി. വണ്ടികളൊക്കെ വന്ന് തുടങ്ങി. ഘോഷയാത്ര നമ്മുടെ അമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് വേളാവൂർ, വൈദ്യങ്കാവ്, കീഴാമലയ്ക്കൽ, പൂലന്തറ വഴി തിരിച്ച് നമ്മുടെ അമ്പലത്തിലെത്തും. നമ്മൾ തിരിച്ച് അമ്പലത്തിലെത്തി. ബാക്കി കുറേ കുരുത്തോല കിളിയൊക്കെ കെട്ടി. ബാക്കി കുറച്ച് പേര് അമ്പലത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ കുരുത്തോലയൊക്കെ കിളി കെട്ടിയിട്ട് ഞാൻ അകത്ത് കയറി കുരുത്തോല അമ്പലത്തിന് ചുറ്റുമൊക്കെ കെട്ടി. അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ റിബൺ കെട്ടാൻ വേണ്ടി കയറി. ഇവിടെ ബാക്കിയുള്ള മാമാരൊക്കെ കൊലവാഴയും ഒലട്ടിയൊക്കെ കെട്ടുന്നു. അങ്ങനെ ഞാൻ റിബൺ കെട്ടിയിട്ട് ഇറങ്ങി.
വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇവിടെ വഴിയിലൊക്കെ കൊലയും മറ്റും കെട്ടുന്നത്. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി നൈസായിട്ടാണ് നമ്മൾ വലിഞ്ഞു. അങ്ങനെ ആദ്യ ഉത്സവ ദിവസമായ ഇന്ന് നമ്മൾ രാവിലെ എത്തിയപ്പോൾ ഇവിടെ പയ്യന്മാർ മാർച്ച് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ എത്തി. ഇവിടെ കഞ്ഞിക്കുള്ള പാചകങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസവും കഞ്ഞിയാണ്. ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഇവിടെ കഞ്ഞി ആക്കിയത്. ചോറും കറിയും വെവ്വേറെ ആയിട്ടാണ് വേവിച്ച് കഞ്ഞി പിന്നെ രണ്ടാമതാണ് മിക്സ് ചെയ്യുന്നത്. അമ്പലത്തിൽ കയറി തൊഴുതു. ഇന്നലെ ചെയ്തതെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. തൊഴുതതിന് ശേഷം നമ്മൾ സ്റ്റേജിൻ്റെ അവിടേക്ക് പോയി മേശയും കസേരയൊക്കെ പിടിച്ചിട്ടു. കസേര മേശയൊക്കെ പിടിച്ചിട്ടു. അപ്പോൾ ഇവിടെ കറി പാകമായി ഇവിടെ ഇളക്കുന്നു. പിന്നെ കറിയിലേക്ക് കിഴങ്ങിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഞാൻ കുറച്ച് നേരം ഉത്സവ കമ്മിറ്റി ഓഫീസിൽ വന്നു. അപ്പോഴേക്കും ആൾക്കാർ വന്നു തുടങ്ങി. മുകളിലോട്ട് വന്നത് അപ്പോൾ കഞ്ഞിക്കുള്ള സമയമായി. തിരുമേനി ചോറും കറിയൊക്കെ നേദിച്ചു. അങ്ങനെ കഞ്ഞി മിക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഞ്ഞിയൊക്കെ വിളമ്പി തീർന്നു. ഇനി നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഇന്നലെ പയ്യന്മാർ ഇവിടെ കുരുത്തോല കെട്ടി ആർച്ചിൻ്റെ സൈഡിലൊക്കെ ബാക്കി വന്നതുകൊണ്ടാണ് കെട്ടിയത്. കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ രാത്രി പരിപാടി കാണാൻ വന്നു. കുറേ ഡാൻസൊക്കെ കണ്ടു. ഇത് രണ്ടാമത്തെ ടീമിൻ്റെ പരിപാടിയാണ്. ആദ്യത്തെ ടീമിൻ്റെ പരിപാടി കാണാൻ പറ്റിയില്ല. ഈ ബാച്ച് ടീമിൻ്റെ കൂടെ ഈ പരിസരത്തുള്ള കുട്ടികളുമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയിൽ ഒരു പരിപാടിയായിരുന്നു ഇത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അടുത്ത ഉത്സവ ദിവസങ്ങളിലെ പരിപാടിയൊക്കെ നമ്മൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.